സോ അങ്ങനെ ഫൈനലി നമ്മുടെ ആക്ച്വലി മാർട്ടിനസ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ മാച്ചിനെ കുറിച്ച്? അത് ഒന്നുമില്ല അണ്ണാ, നല്ല മാച്ചായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അത് കാരണമാണ്. കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ പോർച്ചുഗൽ നെക്സ്റ്റ് ടൈം. ഐ ലവ് പോർച്ചുഗൽ, ഐ ലവ് ഫുട്ബോൾ. സോ ഹായ് ഹലോ വാരിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ ന്യൂ വീഡിയോ. സോ ഇന്നാണെങ്കിൽ ഏതാ മാസം? യെസ്, ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടി GTFI അല്ല. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളാണ്, മൊബൈലിലല്ല PC-യിലാണ്. ബട്ട് ഇതിലെ കീ പോയിന്റ് എന്താണെന്ന് ഞാൻ പറയാം ഗൈസ്. അതായത് എനിക്ക് ഈ ഫിഫയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. യെസ്, ഒരു പോയിന്റ് പോലും എനിക്ക് അറിയത്തില്ല. ഫുട്ബോളിനെ കുറിച്ച് അത്ര അറിയത്തില്ല. ബട്ട് എനിവേ ഒരു ബേസിക് ഒക്കെ അറിയാം. ബട്ട് ഇതിനകത്ത് ഏതൊക്കെ ടീമുണ്ട്, ടീമിൻ്റെ പേരൊക്കെ ഇച്ചിരി അറിയാം. ബട്ട് പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ അറിയത്തില്ല. നമുക്കറിയാവുന്ന പേര് എന്ന് പറഞ്ഞാൽ റൊണാൾഡോ, മെസ്സി, നെയ്മർ, അങ്ങനത്തെ കുറേ ആൾക്കാരാണ്. ഞാൻ സമ്മതിക്കാം, ഐ എം നോട്ട് എ ഫുട്ബോൾ പ്ലെയർ. ബട്ട് എനിവേ ചെറിയ രീതിയിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ നമ്മുടെ അർജൻറ്റീന ലെസി വേഴ്സസ് നറുഡോ, പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീനയാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ആൻഡ് അതിനു മുമ്പ് ഒറ്റൊരു കാര്യം, നിങ്ങൾ ആരുടെ ഫാനാണെന്ന് മറക്കാതെ കമൻറ്റ് ഇട്ടിട്ട് പോകണേ. അപ്പോൾ നേരെ വായോ വീഡിയോയിലോട്ട് പോവാം. ഫൈനലി ഇതാണ്ട് നമ്മളാണെങ്കിൽ മാച്ചിനകത്ത് വന്നിരിക്കുകയാണ്. ദിസ് ഈസ് അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ. സോ നമ്മുടെ മെസ്സി അണ്ണനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുകയായിരുന്നു, എല്ലാവരും വിളിച്ച്. ഓക്കെ, സ്റ്റാർട്ടായി. ആൻഡ് ഇത്രയും നേരം ഞാൻ കീബോർഡിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ ഗെയിം ജോയ്സ്റ്റിക്കിലേ കളിക്കാൻ പറ്റുമെന്ന്. എൻ്റർ എടുക്കുമ്പോൾ എൻ്റർ ആവുന്നു. ഞാൻ വിചാരിച്ചു കീബോർഡ് അടിച്ചു പോയതാന്ന്, ബാക്കി ഒന്നും വർക്കാവുന്നില്ല. പിന്നെയാണ് ഓർത്തത് ജോയ്സ്റ്റിക്ക് ഉണ്ടായാലേ കളിക്കാൻ പറ്റുമെന്ന്. ആക്ച്വലി ഇവിടെയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ് സപ്പോർട്ട് ഉള്ളത്. അതായത് അർജൻറ്റീനയ്ക്ക് ഈക്വൽ ആണ് ആൻഡ് പോർച്ചുഗലിന് ഈക്വൽ ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് സ്പീഡ് അവിടെ ഇരിക്കുന്നതായിരിക്കും. പോർച്ചുഗലിൻ്റെ ജേഴ്സിയാണ് പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് പോർച്ചുഗൽ തോറ്റുപോകും എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്താ ഡയറക്റ്റ്. ഓക്കെ, സോ നമ്മൾ നേരെ ഗോൾ കീപ്പറായിട്ട് നമ്മളിന്ന് ഇത്തവണ നമ്മൾ പാസ് ഒന്നും ചെയ്യാറില്ല കുറേ. സോ നമ്മളിന്ന് കുറേ പാസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം. മാർട്ടീനസ്, അയ്യോ ഫെർണാണ്ടസ് ബ്രോ, അതായത് സീറോ നോളജ് ആണ്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ പഠിക്കുന്നത്, ഫ്രം 0 to അങ്ങനെയല്ലേ. എടുക്കൂ. മെസ്സി അണ്ണൻ എവിടെയാടാ? ഓ, മെസ്സി അണ്ണനല്ലേ ഓടുന്നത്. ഡിയാഗോ കോസ്ത. ഓക്കെ ബ്രോ, എന്താ ബ്രോ, എന്നാ തമ്പി എല്ലാവരും പാസ് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നേ. നോ പെഡ്രോ, എന്തായിരുന്നു പേരെന്താ? പെഡ്രോ നേട്ടോ. നോ ബ്രോ, പ്ലീസ്. എനിക്ക് ഈ പുള്ളിക്കാരൻ ഭയങ്കര പേടിയാട്ടോ, നല്ല സ്കില്ലുണ്ട്. പക്ഷേ ഇതെന്താ ഇത് വീണോണ്ടിരിക്കുന്നത്? ഓക്കെ, സോ നമ്മുടെ റൊണാൾഡോ ബൈ അടിച്ചത് ഗോളായിട്ട് വീണില്ല. അഗൈൻ പെഡ്രോ നേട്ടോ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ടാണോ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, നമ്മൾ അഗൈൻ ബാക്ക് ടു ലിയണൽ മെസ്സി. എന്തുവാ മെസ്സി ആണ് ഇച്ചിരി പവറായിട്ട് അടിക്കി. ഓക്കെ, അഗൈൻ പാസസ് ടു ഇതെന്താ തിയാഗോ ആൽമാൻഡയോ. എന്തൊരു പേരാണ് ഇതൊക്കെ. ഓക്കെ, സോ ഓക്കെ നമുക്ക് അടിക്കാം. That's a shot. ഓ, നമ്മുടെ മെസ്സി അണ്ണനുമായിട്ട് ലോങ്ങിലിരുന്ന് തന്നെ അടിക്കണം എന്ന് വിചാരിച്ചതാണ്. ബട്ട് ഐ കാൺട്ട്. ലെറ്റ്സ് സീ ഹിയർ അഗൈൻ ഒരു ഗോൾ നമുക്ക് ചാൻസ് ഇല്ലേ? അടിക്കടി. റൊണാൾഡോ ബൈ ആണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിവേ നമ്മളാണ് വിജയിക്കാൻ പോകുന്നത്, അതെനിക്ക് ഉറപ്പുണ്ട്. സോ എനിവേ നമുക്ക് നോക്കാം. വാ ബ്രൂണോ ഫെർണാണ്ടസ് ഹിയർ. ഇതാരാ? ഓ നോ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ സ്ഥലത്ത് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് എല്ലാം മുടിഞ്ഞു പോകുന്നത്. ബട്ട് എനിവേ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ പോയാലും ജയിക്കുന്നതായിരിക്കും. ഇതെന്താ പക്ഷേ എടുക്കാൻ പറ്റണല്ലോ. എങ്ങനെയെങ്കിലും പോ വാ. നോ. ഓ, പെഡ്രോ നേട്ടോ എന്താല്ലേ? പെഡ്രോ നേട്ടോ പുള്ളിക്കാരൻ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് പോലും കഴിഞ്ഞില്ല, 37 മിനിറ്റേ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനിയും കുറേ ചാൻസസ് ഉണ്ട്. എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് 1-2 ഗോൾ അടിക്കുക, അല്ലെങ്കിൽ ഈക്വലാക്കി നമ്മൾ മാച്ച് തന്നെ ഡ്രോ ആക്കുക. കാരണം ഞാൻ പണ്ട് ഒരു വലിയ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. വീണ്ടും നോ പെഡ്രോ നോ. ഗുഡ് ബോയ് ഗീവ് ദ ബോൾ ടു മീ. എന്നാ പിടിച്ചോ അടിച്ചോ. ഇതാരാ ഇത്? നോ. വായിക്കാൻ പറ്റുന്ന പേരെ ഞാൻ വായിക്കുന്നുള്ളൂ, ബാക്കി ഒന്നും എനിക്ക് അറിയത്തില്ലെന്നല്ല, ഒരു ചെറിയൊരു പേടി. ഇൻ കേസ് ഞാൻ വായിച്ചെന്തെങ്കിലും മിസ്റ്റേക്കായി പോയാലോ.
ഓക്കെ, സോ അതൊക്കെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് നാളെ വേറെ ഒരു മാച്ചായിട്ട് വരുന്നതായിരിക്കും. ഗോൾ അണ്ണാ, മെസ്സി അണ്ണാ, മെസ്സി അണ്ണാ, ഗോൾ മിസ്സാക്കി അണ്ണാ. അഗെയിൻ അണ്ണാ അണ്ണാ അണ്ണാ, മെസ്സി അണ്ണാ, മെസ്സി അണ്ണാ, മെസ്സി. ഓ, പൊട്ടിക്കാൻ തോന്നുന്നു. എടാ എന്തൊരു അടുത്തായിരുന്നു അണ്ണാ. ഇത് കണ്ടോ? കുഴപ്പമില്ല, നമുക്ക് ഇനി ചാൻസ് ഉണ്ട്. ഇനിയും ഫസ്റ്റ് ഓഫ് ഗോൾ കഴിഞ്ഞില്ല, ഇനി നമുക്ക് കുറേ സമയമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അടിക്കണം, ഇല്ലെങ്കിൽ ഓപ്പണൻ്റ് ഉള്ള ആൾക്കാരെ ഗോൾ അടിക്കാണ്ട് നമ്മൾ നോക്കണം. ബ്രോ കമോൺ അഗൈൻ. അയ്യോ എടാ വീണ്ടും ഇവൻ്റെ കയ്യിൽ മാത്രം ഈ ബോൾ പോകാൻ പാടില്ല കേട്ടോ. വാ അഗെയിൻ. സോ ഫസ്റ്റ് ഹാഫ് കഴിയാറായെന്ന് തോന്നുന്നു ഏകദേശം. ഓ ഗുഡ്. അടിക്കുക. ലോങ് ഷോട്ട് ട്രൈ ചെയ്താലേ നമുക്ക്. ഒരു ലോങ് ഷോട്ട് ട്രൈ ചെയ്യാം. പക്ഷെ വീണ്ടും പോയി. സോ ഗൈസ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഓഫ് അർജന്റീന 0, പോർച്ചുഗൽ 1 എന്നുള്ളൊരു നിലയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാഫ് ടൈമാണ്. ടോട്ടൽ പാസസ് 46-55. ഞാൻ യൂഷ്വലി കളിക്കുന്ന സമയത്ത് ഞാൻ പാസ് ഒന്നും ചെയ്യാറില്ല, ബട്ട് എനിവേ. ഓക്കെ, സോ ഒരൊറ്റ ഫൗൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 50-50 ചാൻസസ് ഉള്ള. അയ്യോ ഇതെന്താ താഴെ പോയേ? ബ്രോ ഇതെന്താ? അടിക്കാൻ പറ്റത്തില്ലേ? അടിക്കാം. നോ, നമുക്കടിക്കാം. അടിക്കുക. മെസ്സി അണ്ണ അല്ല, മാർട്ടിനസ് ഗോൾ അല്ല. ഞാൻ അടിക്കുമ്പോൾ മാത്രം നീയൊക്കെ സേവ് ചെയ്യുന്നത്. ഞാൻ ഫൗള് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇത്ര നേരം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഫൗൾ ചെയ്തേനെ. നോക്കാം നമുക്ക്. എടുക്ക്. അതെങ്ങനെയാ ഒരു ഫൗൾ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എപ്പോഴും എടുക്ക്. അത്രേ ഉള്ളൂ. അയ്യോ റൊണാൾഡോ ബൈ. അല്ല. ഓക്കെ, സൂപ്പർ. നമുക്ക് കൊടുക്കാം. ഇത് ഗോളാവുമോ? ഗോളാവും. എന്തല്ല മനുഷ്യന്മാരാടാ നിങ്ങളൊക്കെ. കാലും കൊണ്ട് തട്ടിയിടുന്നു. എന്നെടുത്തോ. ഗോൾ. വീണ്ടും പോയി. പന്ത് നമ്മുടെ കയ്യിലില്ല. ചാൻസ് ഉണ്ടോ? ഇവിടെ 60 മിനിറ്റായി. ഇനി സമയമില്ല. നമുക്ക് പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അടിച്ച് ഈക്വലാക്കണം. അഗെയിൻ. ഇത് ആക്ച്വലി ഞാൻ ഒത്തിരി നാൾ കളിക്കാൻ അറിയാഞ്ഞിട്ടാണ്. സത്യമാണ്, ഓപ്പണായിട്ട് പറയാം. കളിക്കാൻ അറിഞ്ഞോളൂ. അയ്യോ വീണ്ടും പോയല്ലോടാ മനുഷ്യ. അഗെയിൻ. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സ്കിൽസ് എന്തെങ്കിലും കാണിച്ചു തരുന്നത്. ബട്ട് എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. അത് ഓപ്പണായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ വന്നു. ഇതെന്താ? എടുക്ക്. കുഴപ്പമില്ല, ഇനി ഫൗളായാലും കുഴപ്പമില്ല. 60 മിനിറ്റായി. നമ്മൾ 60 മിനിറ്റായിട്ട് നമ്മൾ ഹ്യൂമാനിറ്റി വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെ കാലും ഇന്ന് പൊട്ടിക്കാം നമുക്ക്. വീഴ്. അത്രേ ഉള്ളൂ. ബോൾ എടുത്തു. ഓക്കെ, സോ അഗൈൻ മാർട്ടിനസ്. ഓ ഇതെന്താ? ഓക്കെ, സോ 80 മിനിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇനി 15 മിനിറ്റും കൂടി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക്. സോ എങ്ങനെയെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകണം കേസ്, ഇല്ലെങ്കിൽ പറ്റത്തില്ല നമ്മളെ കൊണ്ട്. ഓക്കെ, സോ ഇനി ഇച്ചിരിയും കൂടി ഉള്ളൂ. ഇതെന്താ 49-51 ആയോ? കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുക. ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രൊഫഷണൽ ലെവലിൽ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ് മോഡ് എങ്ങനെ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണേ. പോ. രണ്ടാമത്തെ ഗോളൊന്നും ഇടാൻ പറ്റത്തില്ല, കാരണം ഒന്നും തന്നെ നമ്മൾ ഇട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ഈക്വൽ ആക്കണം. ദൈവമേ, അടിക്കടിക്ക്. മാർട്ടിൻ മച്ചാൻ എന്താ മച്ചാ? അഗൈൻ ബോൾ. ബ്രോ പ്ലീസ് ബ്രോ. മെസ്സി അണ്ണ വിട്ടല്ലോ. അതാണ്ട് മാർട്ടിനസ് ഗോൾ. ലോങ് ഷോട്ട്. അടിച്ചിരിക്കുകയാണ്. യെസ് I finished. ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ. ഗോൾ കീപ്പർ ആണെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷനായി ഗോൾ പോസ്റ്റൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അഗെയിൻ ഒരു ഗോൾ. എനിക്ക് ആഗ്രഹം ഇവിടെ പെനാൽറ്റി വരണം എന്നാണ് കേട്ടോ, ഭയങ്കര ആഗ്രഹം. എൻ്റെ അമ്മോ, ആ സെലിബ്രേഷൻ നോക്കിയേ. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളെ മെസ്സി അണ്ണനെ അടിക്കണം എന്നാണ്. പക്ഷേ ഈ സമയത്തിൽ ആരടിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് കാരണമാണ്. എനിവേ
ഗുഡ് 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 ഗുഡ്. ഓക്കേ, ഇഷ്ടപ്പെട്ടു ഗൈസ്. സീൻ ഗോൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറയണേ. ആ സെലിബ്രേഷൻ കണ്ട. ഓക്കേ, സോ നെക്സ്റ്റ് അത്രേ ഉള്ളൂ. ഫുൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ സൈഡിലിരുന്ന് മാർട്ടിനസും പിന്നെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന് എന്താ പെഡ്രോയോ പുള്ളിക്കാരനാണ് ഇട്ടത്. ആൻഡ് ദിസ് ഈസ് ദ ടൈം ഫോർ എ പെനാൽറ്റി കിക്ക്. ലെറ്റ്സ് സീ. നമുക്ക് ആദ്യം എയിം വെക്കാം. ഇതെങ്ങനെയാണ് ഇപ്പോൾ പെനാൽറ്റി ഇതുവരെ കളിച്ചിട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് എനിവേ നോക്കാം. ഇത് ആരാ അടിക്കുന്നത് പോലും എനിക്ക് അറിയത്തില്ല. ബട്ട് എനിവേ നമുക്ക് കറക്റ്റ് എയിം ഒന്ന് വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗോൾ തന്നെ നമുക്ക് ഇന്ന് പതിയെ വെച്ച് നോക്കാം. എവിടെയെങ്കിലും എയിം ഇവിടെ വെക്കാം അല്ലേ? ഓക്കെ, സോ അടിക്കടാ ഗോ. ഇതെന്താ ഗോള്? എൻ്റെ അമ്മോ, ഇത് പോയത് കണ്ടോ എങ്ങനെയാ ബോള് പോയതെന്ന്? സോ നമുക്ക് നോക്കാം. ആൻഡ് CR7 ഹിയർ, ദ ഗോട്ട് ഈസ് ഹിയർ അഗൈൻ. എങ്ങനെയെങ്കിലും ഓ മൈ ഗോഡ്, റൊണാൾഡോ ചാൻസ് മിസ് ചെയ്തു. ആൻഡ് ഇവിടെ മെസ്സി അഗൈൻ. ഇവിടെ നമുക്ക് മെസ്സി അണ്ണനെ വെച്ച് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പതിയെ ഗോൾ ഇടാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ടതുപോലെ നമുക്ക് ഇടാം. എങ്ങനെയെങ്കിലും അണ്ണാ മെസ്സി അണ്ണ ഇടണ്ണ എങ്ങനെയെങ്കിലും ഇടണ്ണ. ഓ ഷേറ്റ്. സോ അടിച്ചത് പതിയായിപ്പോയി. നമ്മൾ ഒരു ട്രിക്ക് ട്രൈ ചെയ്തതാണ്, ഫെയിലായിപ്പോയി. കുഴപ്പമില്ല, നമുക്കിവിടെ അഗെയിൻ നമുക്കൊന്ന് എങ്ങനെയെങ്കിലും. ഓ, വി ഹാവ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ബ്രോ. വി ഹാവ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ. ആൻഡ് ഇവിടെ ഇതാരാ അതുപോലെ അറിയത്തെ. ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം എല്ലാവരുടെ പേരും നമ്മൾ പഠിച്ചിട്ട് വരുന്നതായിരിക്കും. ആൻഡ് അഗൈൻ ഇവിടെ ഗോൾ. ഇനി ഒരു ഗോളും കൂടി നമ്മൾ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും. ആൻഡ് ഇവിടെ ഈ ഒരു ഗോൾ നമ്മൾ പിടിക്കുകയാണെങ്കിൽ വി ആർ സേഫ്. ഓ, അഗൈൻ ഇനി ഒരു ഗോൾ ഇടണം. ഒരു ഗോൾ ഇട്ടാൽ നമ്മൾ വിജയിക്കും. ഇതാരാ? മാർട്ടിനസ് ആണെന്ന് തോന്നുന്നു. യെസ് മച്ചാനെ, നീ കാരണമാണ് ഇത്ര ലെവലിൽ വന്നത്. നീ എങ്ങനെയെങ്കിലും ഒരു ഗോളെങ്കിലും ഇടണം. നമ്മുടെ മാച്ച് വീണ്ടും ജയിക്കും. ഗോൾ ആവട്ടെ. ഗോൾ. സോ അങ്ങനെ ഫൈനലി നമ്മുടെ അർജന്റീന വൺ ബൈ പെനാൽറ്റി ഗൈസ്. നല്ല സീനായിരുന്നില്ലേ ഈ മാച്ച്? സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ആക്ച്വലി മാർട്ടിനസ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഈ മാച്ചിനെ കുറിച്ച്? അത് ഒന്നുമില്ല അണ്ണാ, നല്ല മാച്ചായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അത് കാരണമാണ്. കുഴപ്പമില്ല. ഓൾ ദ ബെസ്റ്റ് ഫോർ പോർച്ചുഗൽ നെക്സ്റ്റ് ടൈം. ഐ ലവ് പോർച്ചുഗൽ, ഐ ലവ് ഫുട്ബോൾ. ഓക്കെ, സോ ഗൈസ്, ഈ മാച്ച് ആരൊക്കെ എൻജോയ് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല ലിറ്ററലി. ആൻഡ് ഇങ്ങനത്തെ അടുത്ത് എന്തെങ്കിലും മാച്ച് ഇടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയാം. സോ പാസിൻ്റെ കണക്കിൽ നമ്മൾ ഏകദേശം അടുത്താന്ന് തോന്നുന്നില്ലേ? 89-115